2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20 മണ്ഡലങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന സ്ഥലങ്ങൾ, അതായത് ജനവിധി എന്താണ് എന്ന് അറിയാനായി ജനങ്ങൾ കാത്തിരിക്കുന്ന 20 മണ്ഡലങ്ങൾ. എന്ത് സംഭവിക്കും? ത്രികോണ പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം, തൃശ്ശൂർ, ഇവിടെയെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതോടൊപ്പം തന്നെ 6ഓളം മണ്ഡലങ്ങളിലെ ആ ഒരു ത്രികോണ പോരാട്ടത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ തോതിൽ ഒരു അട്ടിമറി നടക്കും? അത് സാധ്യമാകുമോ? BJPക്ക് നേട്ടമുണ്ടാകുമോ? LDFന് നേട്ടമുണ്ടാകുമോ? UDFന് നേട്ടമുണ്ടാകുമോ? എന്താണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആ ഒരു തരത്തിൽ ഈ 3 പാർട്ടികൾക്കും വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ 2019 കണ്ട ആ ഒരു UDF തരംഗം അത് കേരളത്തിൽ ഇത്തവണ ഉണ്ടാകുമോ? LDFന് ഇത്തവണ ആ ഒറ്റ സീറ്റ് അത് കൂട്ടാനായിട്ട് സാധിക്കുമോ? ഒരു നേട്ടമുണ്ടാക്കാനും അവർ ആ ഒരു തരത്തിൽ ഇത്തവണ ഒരു മാറ്റമുണ്ടാക്കാനും സാധിക്കുമോ? അതോടൊപ്പം തന്നെ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കുമോ? എത്രത്തോളം വോട്ട് ഷെയർ BJPക്ക് ഇത്തവണ ഇവിടെ ഉയരും? ഒരു വലിയ നേട്ടം BJPക്ക് കേരളത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഇതെല്ലാം തന്നെ വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും പല സർവേ ഫലങ്ങളും ആ ഒരു തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഉള്ള മിക്ക സർവേ ഫലങ്ങളും നോക്കുമ്പോഴത്തേക്കും ദേശീയ മാധ്യമ സർവേ ഫലങ്ങൾ, കേരളത്തിലെ ചാനലുകൾ നടത്തിയ സർവേ ഫലങ്ങളല്ല, ദേശീയ മാധ്യമങ്ങളുടെ ആ ഒരു സർവേ ഫലത്തിൽ ഇന്ത്യ ഒട്ടാകെ, അപ്പോൾ കേരളത്തിലെ ആ ഒരു റിസൾട്ട് കാര്യങ്ങളും എല്ലാം തന്നെ അവരുടെ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പറയുന്നത് UDFന് ഇവിടെ ഒരു മേൽക്കൈ ഉണ്ടെന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നേടിയെടുത്ത ആ ഒരു സീറ്റുകൾ 19-ൽ അത് 20 ആക്കാമെന്നുള്ള പ്രതീക്ഷയൊക്കെ UDFന്റെ ഇത്തവണ നടക്കാനായിട്ട് സാധ്യത വളരെയേറെ കുറവ് തന്നെയാണെന്നാണ് ആ പോൾ സർവേ റിസൾട്ടുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ 19ഉം കിട്ടത്തില്ല, അതിൽ നിന്നും വളരെ തോതിൽ കുറയാൻ തന്നെയാണ് ഇത്തവണ സാധ്യത എന്ന് തന്നെയാണ് പോൾ സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ ഒന്നല്ല പലതും പറയുന്നത് തന്നെ. അതായത് 15-ൽ താഴെ സീറ്റുകൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിൽ തന്നെയാണ് UDFന്റെ ആ ഒരു കേരളത്തിൽ നിന്നുള്ള ആ ഒരു സീറ്റുകളുടെ എണ്ണം പല ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും പറയുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ കാര്യമായാൽ തന്നെയും കഴിഞ്ഞ തവണ കിട്ടിയത് ആകെ ഒറ്റ സീറ്റാണ്. ആ ഒറ്റ സീറ്റിൽ നിന്നും ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് മിക്ക സർവേ റിസൾട്ടുകളും പറയുന്നത്. അതായത് ഒന്നിൽ നിന്നും വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കാനൊന്നും സാധിക്കാതെ 2ഓ 3ഓ കൂടിപ്പോയാൽ ഒരു 4ഓ 5ഓ സീറ്റുകൾക്കുള്ളിൽ നിൽക്കാനായിരിക്കും LDFന്റെ സാധ്യത എന്ന് തന്നെയാണ് പല സർവേ ഫലങ്ങളും പറയുന്നത്. അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ആയാലും BJPക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് മിക്ക ദേശീയ മാധ്യമ സർവേ പോൾ ഫലങ്ങളും പറയുന്നത്. അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പറയുന്ന വ്യക്തമായിട്ടുള്ളൊരു കാര്യം, വോട്ട് ഷെയർ BJPക്ക് ഇത്തവണ വലിയ തോതിൽ ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വിജയ സാധ്യത കൽപ്പിക്കുന്ന 2 സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിൽ തന്നെയാണ് ഒരു ദേശീയ മാധ്യമ സർവേ റിസൾട്ട് TV9 പുറത്തുവിട്ട ഒരു സർവേ റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേരളത്തിലെ ആ ഒരു 20 മണ്ഡലങ്ങളുടെയും റിസൾട്ട് പറയുമ്പോഴത്തേക്ക് അവരുടെ ഒപ്പീനിയൻ പോൾ സർവേ അനുസരിച്ച് കേരളത്തിൽ കോൺഗ്രസിന് തന്നെയാണ് ആ ഒരു മുൻതൂക്കം അവർ പറയുന്നത്. TV9ന്റെ സർവേ റിസൾട്ട് പ്രകാരം അതിൽ പറയുന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ഇത്തവണ നേടുന്ന സീറ്റുകളെന്ന് പറയുന്നത് 14ഓളം സീറ്റുകളായിരിക്കും കോൺഗ്രസ് ഇത്തവണ നേടുന്നത്. അതുമാത്രമല്ല ലെഫ്റ്റ് നോക്കുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുമ്പോഴത്തേക്കും ഇത്തവണ അവർക്ക് 3 സീറ്റുകളായിരിക്കും കിട്ടുക എന്നാണ് TV9ന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് BJPക്ക് അവർ 3 സീറ്റുകൾ കേരളത്തിൽ പറയുന്നുണ്ട് എന്നത് തന്നെയാണ്. അതുമാത്രമല്ല ഇനിയിപ്പോൾ വോട്ട് ഷെയർ നോക്കുമ്പോഴത്തേക്കും, അതായത് വോട്ട് ഷെയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും കേരളത്തിൽ BJP 20% കടക്കുമെന്നാണ് അവർ പറയുന്നത്. വോട്ട് ശതമാനം കേരളത്തിൽ BJP 20% കടക്കുമെന്നാണ് TV9 പറയുന്ന സർവേ. അതേസമയം LDFന്റെയും UDFന്റെയും വോട്ട് ഷെയർ ഇത്തവണ കുറയാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് TV9ന്റെ സർവേ ഫലം പറയുന്നത്. LDFനും നല്ല രീതിയിൽ കുറയും, അതുപോലെ തന്നെ UDFനും ഇത്തവണ നല്ല രീതിയിൽ വോട്ട് ശതമാനം കുറയും. അതേസമയം BJPക്ക് ഇത്തവണ വോട്ട് ശതമാനം കൂടും എന്നുള്ള തരത്തിലാണ് TV9ന്റെ സർവേ ഫലം വന്നിരിക്കുന്നത്. ഇനി ഈ സർവേ ഫലം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ BJPക്കാണ് നേട്ടം ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPയുടെ വോട്ട് ഷെയർ ഉയരുന്നുണ്ട്, അതേസമയം അക്കൗണ്ടും തുറക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ കിട്ടുന്നില്ല, അവർക്ക് സീറ്റുകൾ കുറയുന്നുണ്ട്. അത് മാത്രമല്ല സീറ്റുകൾ കുറയുന്നത് മാത്രമല്ല വോട്ട് ഷെയറും കുറയുന്നുണ്ട്. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് ആ ഒരു സീറ്റുകളുടെ എണ്ണത്തിൽ
ആ ഒരു തരത്തിൽ വർധനവ് സംഭവിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ, പക്ഷേ ഇത്തവണ 3 സീറ്റുകളോളമാണ് TV9 സർവേ പറയുന്നത്. പക്ഷേ വോട്ട് ശതമാനത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് LDF സാധിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ ഫലം പറയുന്നത്. എന്തായാലും BJP നിലവിൽ കേരളത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന 2 സ്ഥലങ്ങൾ, അതായത് വിജയിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള അവർ തന്നെ കരുതുന്ന 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും 2 തിരുവനന്തപുരവും തന്നെയാണ്. ആ 2 സീറ്റുകളും വിജയിക്കാനായിട്ട് അവർക്ക് ഇത്തവണ സാധിക്കുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 സീറ്റുകളിലും BJPക്ക് പ്രതീക്ഷയുള്ള സീറ്റുകൾ തന്നെയാണ്. അവിടെ വലിയൊരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇപ്പോൾ 2 സീറ്റുകളല്ല 3 സീറ്റുകളല്ല 1 സീറ്റ് കേരളത്തിൽ നിന്ന് ലഭിച്ചാൽ തന്നെയും അത് വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കൗണ്ട് തുറക്കുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് തൃശ്ശൂരാണോ തിരുവനന്തപുരത്താണോ അതോ ഈ 6 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് BJPക്ക് ഇത്തവണ ഇവിടെ സാധിക്കുമോ എന്നത് മാത്രമാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വോട്ട് ഷെയർ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വോട്ട് ഷെയർ ഉയരുന്നതോടൊപ്പം തീർച്ചയായിട്ടും സീറ്റ് ആ ഒരു തരത്തിൽ 1 സീറ്റോ 2 സീറ്റോ നേടിയെടുക്കാനായിട്ട് BJPക്ക് ഇവിടെ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത്. ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. LDF നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ, അതേസമയം UDF നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ, BJPക്ക് ഇത്തവണ വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.